കോട്ടയം കറുകച്ചാലിലെ റീനയുടെ വീടിന്റെ ടെറസിൽ പൂത്തു വിടർന്നു നിന്ന 5 ഓർക്കിഡ് ചെടികൾ ഒരു തുടക്കമായിരുന്നു. പല നിറത്തിലുള്ള ഓർക്കിഡുകൾ വീട്ടുമുറ്റത്ത് കാണാൻ കൊതിച്ച് തൃശ്ശൂരും തിരുവനന്തപുരത്തുമെല്ലാം നഴ്സറികളിൽ തേടി നടന്ന റീനയും സഹോദരനും ഇന്നിപ്പോൾ കോട്ടയത്തെ ഏഞ്ചൽ നഴ്സറിയുടെ ഉടമകളാണ്. ഇന്ന് തായ്ലൻഡ്, തായ്വാൻ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും 45,000 ചെടികൾ ഇറക്കുമതി ചെയ്യാൻ ലൈസൻസുള്ള കൃഷിക്കാരാണ് റീനയും സഹോദരൻ സോണിയും. ഈ ഓർക്കിഡിലേക്ക് കടന്നു വരാൻ വേണ്ടി ഉള്ള എൻ്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മണ്ണ് ചുമന്നുകൊണ്ട് നടക്കണ്ട, പിന്നെ എങ്ങോട്ടിലൊക്കെ ഇത് പോകണമെങ്കിൽ ഒരു ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുകയാണെങ്കിൽ ഈ ഓർക്കിഡിനെ അനായാസം നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു 500 ചെടി വെക്കുവാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വളർത്തുവാണെങ്കിൽ SHMൻ്റെ ഒരു സബ്സിഡി ഉണ്ടെന്ന് അറിഞ്ഞു. അതനുസരിച്ച് ഞാൻ വീട്ടിലൊരു ഷെയ്ഡ് നെറ്റൊക്കെ കെട്ടി 500 ചെടി വളർത്തി. അങ്ങനെ അപ്പം ഈ വീട്ടിലെയും ചെടിയൊക്കെ കണ്ട് പലരും ഇതിലേക്ക് ചോദിച്ചു വന്നു. അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് നമുക്കൊരു നേഴ്സ് തന്നെ ഉണ്ടാക്കാവുന്നത്. ഞങ്ങൾ 2010 പായിപ്പാട് ഏഞ്ചൽ ഗാർഡൻ എന്നുള്ളൊരു നഴ്സറി തുടങ്ങി. അവിടെ നിന്ന് കുറേശ്ശെ വലുതായി 2013 ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആഗ്രഹം വന്നു. 2013 ലൈസൻസ് എടുത്തു, ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഓർക്കിഡ് ചെടികളെ നമുക്ക് ഒരു ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ എടുത്ത് വെക്കാൻ പറ്റത്തില്ല. ഷെയ്ഡിൽ ഉള്ളിടത്ത് വെച്ചാൽ മതി. ഒരു 50% വെളിച്ചം വേണം. നമ്മൾ നല്ലപോലെ പൂവും വരും. വീണ്ടും നമ്മൾ കുറേ ചെടികളുടെ അപര്യാപ്തതയും ആൾക്കാർ നല്ല ക്വാളിറ്റി ഉള്ള ചെടികൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ 10,000 ചെടി നമുക്ക് മതിയാകാതെ വന്നതുകൊണ്ട് വീണ്ടും 2 യൂണിറ്റും കൂടെ നമ്മൾ ഷെഡ് ഉണ്ടാക്കി. അപ്പം വീണ്ടും നമുക്കൊരു 80,000 രൂപയുടെ SHMന്ന് സഹായം ലഭിച്ചു. അവരുടെ ഓഫീസർമാർ ഒരു മാസത്തിൽ 2 മാസം കുടിക്കുമ്പോൾ ഒരു പ്രാവശ്യം കൃഷി ഓഫീസറും, നല്ല പായപ്പാടയാളുടെ കൃഷി ഓഫീസറും, കറുകച്ചാൽ പഞ്ചായത്തിലെ കൃഷി ഓഫീസറും ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഈ ഓർക്കിഡ് പൂക്കൾ കാണുന്നത്. ഒരു പ്രായമാകുമ്പോൾ ഇപ്പം നമുക്ക് കുട്ടിയൊന്നുമില്ല, കുട്ടികൾ പുറത്തൊക്കെ പോയി ഇരിക്കുമ്പോൾ നമുക്ക് രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ചെടികളൊക്കെ നോക്കി ഒരു 4 മണി കഴിയുമ്പോൾ സമയത്ത് ഫ്രീ ആയിരിക്കുമ്പോഴൊക്കെ ചെടികളുടെ കൂടെ നിന്ന് സന്തോഷം കണ്ടെത്തുന്ന വലിയ സന്തോഷം തന്നെയാണ് ജീവിതത്തിൽ. കേരള സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ ഇത്തരം ഇടപെടലുകൾ, സബ്സിഡികളിലൂടെയുള്ള സാമ്പത്തിക പിന്തുണ, വിദഗ്ധ ഉപദേശങ്ങൾ എന്നിവ കേരളത്തിലെ കാർഷിക വിപണന രംഗങ്ങളിൽ റീനയെപ്പോലെ പലരെയും പുതുസംരംഭങ്ങളിലേക്ക് കൈപിടിച്ച് നടത്തിച്ചിട്ടുണ്ട്.